ദേവാലയത്തിന് അതിൻ്റെതായ വിശുദ്ധിയുണ്ട്. ദേവാലയത്തിന് അതിൻ്റെതായ വിശുദ്ധിയുണ്ട്. അത് പാലിക്കപ്പെടേണ്ട, കാത്തു സൂക്ഷിക്കപ്പെടേണ്ട വിശുദ്ധിയാണ്. ദേവാലയത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ദേവാലയ മക്കളുടെയും ജോലിയാണ്. പൊതുയോഗത്തിലിരിക്കുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസികളുടെയും കടമയാണ്. കാരണം പള്ളി അങ്ങനെ പോയെന്നും പള്ളി ഇങ്ങനെ പോയെന്നും വന്ന വികാരി അച്ഛൻ തോന്നിവാസൻ രീതിയിൽ ഇടവകയെ ഭരിക്കുന്നുവെന്നും പള്ളിയിൽ കുറച്ച് കൈക്കാരുണ്ട്, അവര് തീരുമാനിക്കുന്ന പോലെ പള്ളി നടക്കുന്നുവെന്നും കുറ്റം പറയാൻ എല്ലാവരെ കൊണ്ട് സാധിക്കും. പക്ഷെ ഓർത്തെടുക്കുക, എന്നെ നിങ്ങളെയും തന്നിരിക്കുന്ന ചുമതലയാണ് ദൈവത്തിന്റെ ആലയത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. പറയാൻ എളുപ്പമാണ്, കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അങ്ങനെയുള്ള ദേവാലയത്തെ പുനർപ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പം 3 വാക്യങ്ങളുള്ളൊരു ചിന്തയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെയായിരുന്നു: വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരി വള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 3 ചോദ്യം, അതിലെ 3 വരികൾ, അതിലെ 2 ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, വിത്ത് ഇനി കളപ്പുരയിൽ കിടക്കുന്നുവോ? ഈ ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നി എന്തോ ഇല്ലെന്നുള്ള രീതിയിലുള്ളൊരു, മുന്തിരി വള്ളി അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്ന കേട്ടാൽ നമുക്ക് വിചാരിക്കുക ഏതാണ്ട് ഇല്ലെന്നുള്ളൊരു ചോദ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഞാൻ നല്ല കുസൃതിയായിരുന്ന കാലഘട്ടത്തിൽ, എൻ്റെ മാവിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ നല്ല കുസൃതിയായിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിനക്ക് എന്നാ ഇല്ലാഞ്ഞിട്ടാ നീ മര്യാദയ്ക്ക് ജീവിക്കാതെ? നിനക്ക് എന്നാ ഇല്ലാഞ്ഞിട്ടാ നീ പഠിക്കാതെ? അതിൻ്റെ അർത്ഥം ഇല്ലെന്നല്ല, ഉണ്ടെന്ന. വിത്തിനി കളപ്പുരയിൽ കിടക്കുന്നുണ്ട്, മുന്തിരി വള്ളിയും അത്തിവൃക്ഷവും ഒലിവു മരവും മാതളവും കായ്ക്കുന്നുണ്ട്. ചോദ്യമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അടുത്തതാണ് പ്രസക്തമായി ഇന്ന് നിങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്: ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് ദൈവത്തിൻ്റെ വലിയ സത്യമായ കാര്യമാണ്. എന്ത് ചെയ്തപ്പോഴാണ് അനുഗ്രഹിക്കുന്നത്? എന്ത് ചെയ്തപ്പോഴാ ദൈവം അങ്ങനെ പറഞ്ഞ്? അതൊന്നും ചോദിക്കുകയൊന്നും വേണ്ട. ഞങ്ങളുടെ കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാത്തത്. അച്ഛൻ ഞങ്ങളൊക്കെ പഠിക്കുന്നവരല്ലേ. എന്ത് ചെയ്തപ്പോഴാ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്? ദേവാലയത്തെ പുനർപ്രതിഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് ഞാനിവിടെ പറയുന്നു, ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ഇന്നു മുതൽ, നാളെ മുതലല്ല, ഫ്രം ദിസ് ഡേ ഓൺവേർഡ്സ്, അല്ലെങ്കിൽ ഫ്രം നൗ ഓൺവേർഡ്സ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി: ദേവാലയത്തെ പുനർക്രമീകരിക്കണം, ദേവാലയത്തെ വീണ്ടും പണിയണം, ദേവാലയത്തെ പുനരായി പ്രതിഷ്ഠിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു ദേവാലയത്തെ. അപ്പം നിങ്ങളെല്ലാം പറയും, എൻ്റെ അച്ഛാ, ഞങ്ങൾ വളരെ പാടുപെട്ടാണ് 7-ാം മൈലിൽ ഇങ്ങനെ ഒരു ചാപ്പലൊക്കെ ഉണ്ടാക്കിയെടുത്തത്, അതിൻ്റെ കടം ഇതുവരെ തീർന്നിട്ടില്ല അല്ലേ? പിന്നെ എങ്ങനെയാ അച്ഛാ അല്ലേ? അപ്പൊ പഴയ നിയമത്തിലെ വിശുദ്ധമായ ഒരു സങ്കല്പമാണ് ദേവാലയം. പുതിയ നിയമത്തിൽ ദേവാലയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യേശുദമ്പുരാൻ ദേവാലയത്തിൽ പോയിട്ടുണ്ട്, ഒരു സംശയമില്ല. അപ്പൊ ദേവാലയം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് കൈമറിഞ്ഞു വന്ന, അതുകൊണ്ട് ശിഷ്യന്മാര് പെരുന്നാളുകളിൽ, പെന്തിക്കോസ്തി പെരുന്നാളിലൊക്കെ ദേവാലയത്തിൽ പോയി എന്ന് പറയുന്നത്. പിന്നീട് അവർ പ്രചരണാർത്ഥം വചനഘോഷണത്തിനായി ഇന്ത്യയിൽ വന്നപ്പം അവിടെ പള്ളികൾ സ്ഥാപിച്ചത്. നിലയ്ക്കൽ നിന്ന് വന്ന മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമികൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ദേവാലയത്തിന് പ്രത്യേകതയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ദേവാലയം എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി വലുതാണ്. ഈ ചെറിയൊരു കെട്ടിടം മാത്രമല്ല, ഇത്തിരി കൂടി വലുതാണ്. എന്താണെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറയുന്നൊരു വാചകമുണ്ട്: നിങ്ങൾ ദൈവത്തിൻ്റെ ബാക്കി പറഞ്ഞേ, എന്തോ കേട്ടില്ല? മന്ദിരം. ബാക്കി ഞങ്ങൾ കുറച്ച് പേര് പറയുന്നു എന്ന് ഞാൻ നോക്കിയതാ. ഞങ്ങൾ പറയത്തില്ലൂടെ കത്തനാരെ, ഇയാളൊന്ന് പറയിക്കാൻ നോക്ക, ഇയാൾക്ക് ധൈര്യം ഉണ്ടെന്ന് പറയിക്കാൻ നോക്ക. ഞങ്ങൾ പറയത്തില്ലടാ കത്തനാരെ. പറഞ്ഞ പ്രശ്നമാണ് കേട്ടോ, ഉറക്കം അങ്ങ് പോകും. അതുകൊണ്ടാണ് നിങ്ങൾ പറയല്ലേ. നിങ്ങൾ ദൈവത്തിൻ്റെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ മന്ദിരം. എപ്പോഴാണ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മന്ദിരമായത്? 3 രംഗങ്ങൾ പറയാം. എല്ലാം പറയാനുണ്ട്, എനിക്ക് സമയം ഇപ്പം തന്നെ എൻ്റെ അരമണിക്കൂർ കഴിഞ്ഞുകൊണ്ട് 3 രംഗങ്ങൾ പറയാം. ഒന്ന്, കുഞ്ഞിനെ മാമോദീസയിൽ കൊണ്ട് നിർത്തുക. കുഞ്ഞിനെ മാമോദീസയിൽ കൊണ്ട് നിൽക്കുമ്പം
നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. പൊതിഞ്ഞു പിടിക്കുമ്പോൾ അച്ഛൻ ഈ പുതപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഊതും, കുരിശാകൃതി. ഇത് കണ്ട ഒരു സഹോദരൻ പറഞ്ഞു, ഈ ടർക്കിക്കകത്തൊക്കെ പൊടിഞ്ഞു പിടിച്ചാൽ കൊച്ചിന് നല്ല ചൂട് കാണും, അതിനായി അച്ഛൻ വന്ന് ഊതിയത്. സത്യമല്ലേ? പൊതിഞ്ഞപ്പോൾ ചൂട് അല്ലേ? അതാണോ? ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദ്യ മനുഷ്യനായ ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം നൽകിയെങ്കിൽ മാളികയിൽ വെച്ച് അപ്പോസ്തലന്മാരുടെ മുകളിൽ ഊതി നൽകിയ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യ അധികാരത്താൽ ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ഊതി തന്നെ നൽകിയത്. അത് പട്ടംകൊടയിൽ വൈദികർക്ക് പട്ടം കൊടുക്കുമ്പോൾ കാർമികൻ ഊതി നൽകുന്നതാണ്. അല്ലാതെ ഊത്തല്ലിത്, അല്ലാത്ത ഊത്തല്ലിത്. ഇത് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദപുസ്തകത്തിന് അത് കുറച്ച് ഭാഗങ്ങളിലൊന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുക. 2, മാമോദിസ മുങ്ങി. മാമൂസ മുങ്ങിയ കുഞ്ഞിനെ ചൂടുവെള്ളവും പച്ചവെള്ളവും ഒക്കെ ചേർത്ത് മാമൂസ മുക്കി ഇവിടെ കൊണ്ടുവരുമ്പം അച്ഛൻ എന്തോ ചെയ്തു നോക്കും? പരിശുദ്ധ മൂറോൻ. ഇവിടെ മാമൂസ നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. എപ്പോഴും മാമൂസ അടക്കുമ്പോൾ അച്ഛൻ വിളിച്ചാലും അത് കാണിക്കട്ടെ. പരിശുദ്ധ മൂറോൻ ഈ കുഞ്ഞിന്റെ മുകളിൽ പൂശും. എന്തിനു വേണ്ടിയാ പൂശുന്നേ? എന്തിനു വേണ്ടിയാ പൂശുന്നേ? ഞങ്ങളുടെ നാട്ടിലെ, എൻ്റെ നാട് മണക്കാലയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ ഈ ഇമ്മാരിയുള്ള വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ഒരു ചേട്ടായി പറഞ്ഞു, അതെ ഈ കൊച്ചിനെ ചൂടുവെള്ളത്തിലൊക്കെ എടുത്തല്ലേ വിറങ്ങലിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇച്ചിരി എണ്ണ തേക്കുന്നത് നല്ലതാണ്. അല്ല, എണ്ണ തേക്കുന്നത് അങ്ങനെയല്ല. 40 ദിവസത്തെ കഠിനവ്രതം എടുത്ത് കൂദാശ ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പരിശുദ്ധ മൂറോൻ കുഞ്ഞിന്റെ മുകളിൽ പുരട്ടുമ്പോൾ ഇനി ഇത് ദുഷ്പ്രഭുക്കൾക്കോ അന്ധകാര ശക്തികൾക്കോ ഭയപ്പെടുവാൻ ഇടയാകാത്ത രീതിയിൽ ദൈവത്തിന്റെ കാവൽ വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മൂറോൻ കുപ്പി 2 തവണയേ പൊട്ടിക്കത്തുള്ളൂ. 2 തവണ. 1 പള്ളി കൂദാശ ചെയ്യാൻ വേണ്ടി, 2 നമ്മളെ മാമോദിസ മുക്കാൻ വേണ്ടി. 2 സമയത്ത് മാത്രമേ മൂറോൻ കൂദാശയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ കുരിശു വരച്ചിട്ട് കയറുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ എൻ്റെ വായിൽ കൂടിയും എൻ്റെ കണ്ണിൽ കൂടിയും എൻ്റെ മൂക്കിൽ കൂടിയും എൻ്റെ ചെവിയിൽ കൂടിയും എൻ്റെ ത്വക്കിൽ കൂടിയും അകത്തേക്ക് ഒരു സാധനം ഇടുമ്പം കുരിശു വരച്ച് കയറ്റി വിട്ടോണം. കാരണം ഇതും അതും ഒരുപോലെ എന്തോ ചെയ്തു വെച്ചേക്കുന്ന, കൂദാശ ചെയ്ത് വെച്ചേക്കുന്ന. ഇനി 3-മത്തേത്, അച്ഛൻ നമ്മളെല്ലാവരും ആക്രാന്തത്തോടെ ആവേശത്തോടെ ഒക്കെ ചെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ വരുന്ന സമയത്തൊക്കെ ചെന്ന് അച്ഛനെ കൊണ്ട് എന്തോ പറയുന്നത്, എന്തോ ആ സാധനം എന്തുവായിരുന്നു? കൂസോയോ അല്ലയോ? തലയ്ക്ക് പിടി കൂസോയോ, പിന്നെ എന്തൊക്കെയോ പേരുകളിൽ അറിയപ്പെടുന്ന ആ സാധനം ഏതാ? ഹൂസോയോ എന്നാണ് പറയപ്പെടേണ്ടത്. പിന്നെ എന്തൊക്കെയോ പേരിൽ നമ്മൾ വിളിച്ച് പറയപ്പെടുന്നത്. ഇതൊക്കെ എപ്പോഴാണ് പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പള്ളിയിൽ പ്രസംഗത്തിന് വിളിച്ചാൽ കേൾക്കില്ല. അവസാനം സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇറക്കി നോക്കി, അതിന് ഒരു 2000, 3000, 5000 പേരൊക്കെ കാണും. അതേസമയം ജേക്കബ് കോശി അച്ഛൻ ഇന്നലെ ചെയ്ത വൃത്തികേട് കണ്ടോ? ഒറ്റ തമ്പനയിലും ഒരു വീഡിയോ ഇടാമെങ്കിൽ 5 ലക്ഷം പേര് ഏറ്റവും കുറഞ്ഞത് കാണും. അത് കാണാൻ നമുക്ക് എന്തൊരു ആവേശമെന്നറിയാമോ? പക്ഷെ വിശ്വാസം പഠിപ്പിക്കാൻ ശ്രമിച്ചു പോട്ടെ. ഹൂസോയ പ്രാർത്ഥന നടത്തി നമ്മൾ ഇന്ന് വാവിളിക്കും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ. അപ്പോഴാണ് അച്ഛൻ ഇത്തിരി അപ്പം നമ്മുടെ വായിലോട്ട് ഇട്ട് തരും അല്ലേ? നമ്മുടെ ചേട്ടായി പറഞ്ഞു അല്ലേ, മണക്കാലിലെ ചേട്ടായി പറഞ്ഞു, ഈ സെമിനാരിയിൽ അച്ഛന്മാരെ ടാപ്പിങ് പഠിപ്പിക്കുന്നു, റബ്ബർ ടാപ്പിങ്. റബ്ബറിൻ്റെ തോല് ചെയ്യുന്ന പോലെ ഇച്ചിരിയും എടുത്ത് തരികയാണ് അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ തരുന്നേ? അല്ലാതെ വലിയ കണ്ണൊന്നുമല്ലല്ലോ തരുന്നേ അല്ലേ? ചേട്ടൻ ഇനി പാടുകയും ചെയ്യുന്നുണ്ട്. ഏത് പാട്ടാണെന്നറിയാവോ? അല്പമാപ്പം വിശപ്പിന് സ്വൽപ്പം വെള്ളം. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ അല്പം മാറ്റിയിട്ട് വട്ടയപ്പം എന്ന് പാടാൻ പറഞ്ഞു. കാരണം വലിയ ബോധ്യത്തോടെ പിതാക്കന്മാർ ഇതൊക്കെ എഴുതിയത്. അല്പം മതി, ഇത് വയറ് നിറയ്ക്കാനുള്ള ആത്മീയാഹാരമാണ്. ഇത് നിറച്ചു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് എവിടെ ചെന്നിരിക്കുക? ഈ അല്പം എവിടെ പോയിരിക്കുക? നാളെ രാവിലെ പള്ളിയിലൊരു പരിപാടിയുണ്ട്, ഓർമ്മ കുർബാനയല്ല കേട്ടോ, അതുകൊണ്ട് ആളുകൾ കുറവായിരിക്കും. ധനഹ പെരുന്നാൾ എന്ന് പറയുന്നൊരു പെരുന്നാൾ നടക്കുന്നുണ്ട്. അതൊക്കെ എവിടെയൊക്കെയോ നടക്കട്ടെ അല്ലേ? അങ്ങനെ ഒരു പെരുന്നാൾ നടത്തുന്നുണ്ട്. ആ പെരുന്നാളിന് ചെല്ലുമ്പം അല്പം അപ്പം അച്ഛൻ തരും. എവിടെ പോയിരിക്കുകയായിരിക്കും? വായിലാണോ വയറ്റിലാണോ? അല്ല, ഇറ്റ് ഡിസോൾവ്സ് ദി എൻറ്റയർ പാർട്ട് ഓഫ് ദ ബോഡി. തലമുടി നാര് മുതൽ കാലിന്റെ പാദം എവിടെ വരെ വരുന്നോ
അത്രയും ഭാഗത്തേക്ക് ഇത് അലിഞ്ഞു ചേരുകയാണ്. അലിഞ്ഞു ചേരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ 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 മൈന്യൂട്ട് പാർട്ടിക്കിളായി ഡിസോൾവ് ചെയ്ത് എൻ്റെ പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പം ഒറ്റ വാക്കിൽ പറയാം, ഇന്ന് ഞാൻ കഴിക്കുന്ന അപ്പം എൻ്റെ രൂപമായി മാറി. ഞാൻ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കും, എൻ്റെ രൂപത്തിലായി മാറി. എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നതായി മാറി. അതുകൊണ്ട് ആ പിതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ വലിയ വായിക്ക് നിലവിളിക്കൊന്നും വേണ്ട, കാരണം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ബോധ്യം നിങ്ങൾക്കൊന്ന് വരുത്തിയാൽ മതി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കരഞ്ഞാൽ കരയുന്നതിന് മുമ്പേ ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ ചിരിച്ചാൽ ചിരിക്കുന്നതിന് മുമ്പേ ദൈവം അറിയും. അപ്പൊ നിങ്ങൾ കള്ളു കുടിച്ചാലോ? നല്ലതാണ്. ഈ XXX ഒന്നും കർത്താവേശ്വരം കുടിച്ചിട്ടില്ല. സത്യമായിട്ടും പുള്ളി കൂടിപ്പോയ വൈറ്റ് വൈനോ അല്ലെങ്കിൽ മുന്തിരിച്ചാറോ കഴിച്ചിട്ടുള്ളൂ. അടിക്കട്ടെന്ന് പുള്ളി. രാവിലെ കുർബാന കഴിക്കണം, 11 മണിയാകുമ്പോൾ പോയി കള്ളു കുടിക്കണം. അടിക്കട്ടെന്നേ. കർത്താവ് കൂടെ ശീലിക്കട്ടെ ഇതൊക്കെ. ഇനിയും നമ്മൾ കൊതിഞ്ഞുണയും പറഞ്ഞാലോ? കർത്താവ് കൊതിഞ്ഞുണയും പറഞ്ഞിട്ടില്ല, നമ്മൾ കർത്താവിനെ കൊണ്ട് കൊതിഞ്ഞുണയും പറയിക്കട്ടെ. കർത്താവ് ആയ കാലത്ത് കൊതിഞ്ഞുണയും പറഞ്ഞിട്ടുള്ള ആളല്ല. നമ്മൾ മുഖാന്തരം വിശുദ്ധ കൃപാനെ അനുഭവിച്ചിട്ട് അതേ നാവ് കൊണ്ട് എന്തും പറയും, നമ്മൾ എന്ത് വഴക്കമുണ്ടാക്കും. കർത്താവേശ്വരം ബോധപൂർവം പറഞ്ഞത്, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ദൈവം നമ്പുരാൻ പറഞ്ഞ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത വരിയിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ. ഇമ്മാതിരിയുള്ള എന്ത് പണി ഒപ്പിച്ചോണം, ഒരു ദാക്ഷിണ്യവും വേണ്ട. ദൈവം നശിപ്പിച്ചോളും, ബാക്കി ദൈവം നോക്കിക്കോളും, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരം. കെട്ടിടം മാത്രമല്ല, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണ് എങ്കിൽ ഇതിനെ ഒന്ന് പുനർപ്രതിഷ്ഠിക്കാൻ കഴിയുമോ? ഇന്ന് വരെ നമ്മൾ ജീവിച്ച രീതിയിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമാക്കിയിട്ട് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ശരീരമാക്കി ആത്മാവാക്കി നമ്മളെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അന്ന് മുതൽ ദൈവം അനുഗ്രഹിക്കും. ഒരു തർക്കവും വേണ്ട, അന്ന് മുതൽ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാം, പരിശുദ്ധ അമ്മ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നാളെയല്ല, മാലാഹയുടെ പ്രത്യക്ഷത വന്ന് ആ സമയം മുതൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാക്ക് നിമിത്തം അമ്മ പറയുകയാണ്, ഫ്രം ദിസ് ഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി ബ്ലെസ്ഡ്. സംശയമില്ല, ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെട്ടത്. എന്നാൽ ചില വ്യക്തികളുടെ വ്യതിയാനം കണ്ടിട്ട് സാക്ഷാൽ യേശുതമ്പുരാൻ അവരോട് നേരിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. 3 വ്യക്തികൾ ഉണ്ടായ വ്യതിയാനങ്ങൾ, 3 അനുഗ്രഹങ്ങൾ. അത് പറയുമ്പോഴത്തേക്ക് എൻ്റെ സമയം ഇത്തിരി കൂടുതലായിട്ട് അവസാനിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. 3 വ്യക്തികളെ പറയാം. ഒന്ന്, ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, പത്രോസ് അപ്പോസ്തലൻ പടകിലിരുന്നു കൊണ്ട് വല കഴുകുകയാണ്. എന്തിനാ ഈ വല കഴുകുന്നേ? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1, വലയിലെ അഴുക്ക് കളയാൻ വല കഴുകണം. 2, വലയുടെ ഭാരം കുറയ്ക്കാൻ, അതായത് വലയ്ക്കകത്ത് ഇങ്ങനെയുള്ള ചപ്പെല്ലാം കൂടെ കയറിയിടുന്ന വലയുടെ ഭാരം കൂടും. വലയുടെ ഭാരം കുറയ്ക്കാൻ വല കഴുകണം. 3, വല കീറിപ്പോകാതിരിക്കാൻ വല കഴുകണം. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പള്ളി എനിക്ക് വിശ്വാസപരമായി പഠിക്കുന്നവരുടെ പള്ളിയായിട്ട് തോന്നിയോണ്ടാ ഇങ്ങനെ ഒരു വിഷയം എടുക്കുന്നത്. അല്ലെങ്കിൽ കൊല്ല കുടുംബ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയേണ്ട കാര്യങ്ങൾ അത് ഇതിനിടയ്ക്ക് വരും. എന്നാലും ഇത് പറയണം. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടി സഭ ഒരു കൂദാശ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഈ 3 കാര്യങ്ങൾക്ക്: 1, വലയുടെ ഭാരം കുറയ്ക്കാൻ; 2, വലയിലെ അഴുക്ക് കളയാൻ; 3, വല കീറിപ്പോകാതിരിക്കാൻ, അതായത് പിഞ്ചിപ്പോകാതിരിക്കാൻ വേണ്ടി വല കഴിയണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സഭ ഒരു കൂദാശ ക്രമീകരിച്ചിട്ടുണ്ട്. ഏത് കൂദാശ എന്നറിയാമോ? നമ്മൾ ഇലക്ഷന് വോട്ടിടാൻ വേണ്ടി നടത്തുന്ന കൂദാശ. ഏത് കൂദാശ? കുമ്പസാരം. കുമ്പസാരം നടത്തുന്നത് അതിനു വേണ്ടിയല്ല, മനഃശാസ്ത്രമാക്കിയതിന് ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയാമോ? കുമ്പസാരിക്കാൻ ആളുകൾ തയ്യാറല്ല. കുമ്പസാരിക്കാൻ പോയ വലിയ പ്രതിസന്ധിയാണ്. പിന്നെ നമ്മൾ സിനിമയ്ക്കകത്തൂടെ കുറേ കുമ്പസാരത്തിൻ്റെ ഇക്കിള് കഥകളൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഇതാണ് കുമ്പസാരം എന്നുള്ള വിചാരമുള്ളതുകൊണ്ട് കുമ്പസാരിക്കാൻ ആളുകൾ തയ്യാറല്ല.
നേരെ മറിച്ച് കൗൺസിലർ എന്ന് പറഞ്ഞു ഒരു പഠിത്തവും വേണ്ട, ചുമ്മാ അതൊരു പേരിൻ്റെ കൂടെ കൗൺസിലർ എന്നൊരു സർട്ടിഫിക്കറ്റ് വെച്ച് വേണ്ട, മോനെ കൊണ്ട് നിർത്തിയിട്ട് പറയും മോനെ പറയാനുള്ള ശരി ആയുസ് വെച്ചേക്കുക. എന്താ കാര്യത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരെ പഠിച്ചിട്ടില്ലാത്ത പാഠമുണ്ട്. ഈ വേദപുസ്തകം പഠിക്കാത്തതിൻ്റെ ദൂഷ്യം ഓർത്തഡോക്സ് സഭക്കാർക്ക് വരുന്നുണ്ട്. വരുന്ന കേസ് വരുന്നത് നോക്കിക്കോളാം. ശിക്ഷിക്കുന്ന ഒരാളാണെന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പനും അമ്മയും വന്നിട്ട് പറയും അച്ഛ നല്ല അട്ടി കൊടുത്തോണമെന്ന്. അപ്പോൾ തിരിച്ചു ചോദിക്കാറുണ്ട്, എന്നാ നിങ്ങൾക്ക് അടിക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് അടിക്കാൻ പറ്റത്തില്ലേ? ഞങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അച്ഛാ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ കേൾക്കത്തില്ല. എന്താ ഈ കാരണം? കേൾക്കാത്തതിൻ്റെ കാരണം എന്താ? തള്ളഞ്ഞണ്ട് പുറകോട്ട് നടന്നുകൊണ്ട് ആ പിള്ളഞ്ഞണ്ടിനോട് പറയുന്നത് നീ മുമ്പോട്ട് നടക്കാൻ അല്ലേ? വേദോസ്തം എടുക്കാനും പ്രാർത്ഥിക്കാനും പള്ളി വരാനും നോമ്പ് നോക്കാനും ഉപവസിക്കാനും സ്വയം പഠിപ്പിച്ചിട്ട് മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മകനോടൊന്ന് പറഞ്ഞു നോക്കി, ചിലപ്പോൾ അനുസരിച്ചോളൂ. അതുകൊണ്ടാ നേടിയെടുക്കണം ഈ അനുഗ്രഹം. ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരായിത്തീരണം. രണ്ടാമത്തെ അനുഗ്രഹം സക്കായി. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗം വായിക്കുമ്പം അവിടെ സക്കായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സക്കായി ഉയരം കുറഞ്ഞവനായിരുന്നു. യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു. നീളമുള്ളവരെല്ലാം കൂടെ മുമ്പിൽ കയറി നിന്നതുകൊണ്ട് യേശുവിനെ കാണാൻ അവന് കഴിഞ്ഞില്ല. സത്യമല്ലേ അത്? കുറെ നീളം കൂടിയ ആളുകൾ കാരണം നാട്ടുകാർക്ക് പള്ളിയിലും കയറണ്ട അല്ലേ? കുറെ നീളം കൂടിയ ആളുകളുണ്ട്, അവർ വേറെ ഒരുത്തരെ അകത്തോട്ട് അടുപ്പിക്കത്തില്ല. കുറെ നീളം കൂടിയ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. കടമ്പനാടില്ല, എൻ്റെ മണക്കാലം എനിക്ക് തിരിച്ച് പോകേണ്ടിയുണ്ട്. കടമ്പനാടില്ല, എനിക്ക് തിരിച്ചു പോകണമല്ലോ. മണക്കാലയിലുണ്ട് കേട്ടോ, അതെൻ്റെ നാടായതുകൊണ്ട് കുഴപ്പമില്ല. കുറെ നീളം കൂടിയ ആളുകളുണ്ട്, അത് എല്ലായിടത്തും ഉണ്ട്. ഈ നീളം കൂടിയ ഒരു കാരണം സാധാരണക്കാർക്ക് പള്ളിയിൽ കയറാൻ പറ്റുന്നില്ല, സാധാരണക്കാർക്ക് ദൈവത്തെ വിളിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുക. സക്കായി പക്ഷേ അതിനെ തടഞ്ഞു നിൽക്കാൻ തയ്യാറല്ല. അവൻ അത്തിയുടെ മരത്തിൽ കയറി, അത്തിയുടെ മണ്ടയ്ക്ക് കയറി എന്നിട്ട് പാത്തിരുന്നു. അവന് 19-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേ, യേശു എങ്ങനെയുള്ളവൻ എന്നൊന്ന് കാണാൻ ആഗ്രഹിച്ചു. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നേ. നല്ല നീളമുള്ള വ്യക്തി, നീളമുള്ള തലമുടിയുള്ള വ്യക്തി, സുന്ദരനായ വ്യക്തി, ഒരുപാട് ശിഷ്യന്മാരുള്ള വ്യക്തി, ഒരുപാട് ഉപദേശിക്കുന്നവനായ വ്യക്തി, ഇങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ടോ? എനിക്കൊന്ന് കാണണം, യേശു അങ്ങനെയുള്ളവനാണോ? ആരാണ്ടൊക്കെയോ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യേശുവിൻ്റെ അടുത്ത് അനുഗ്രഹം മേടിക്കാൻ. അനുഗ്രഹം മേടിക്കാൻ അങ്ങനെയല്ല ചെയ്യണ്ടേ. അനുഗ്രഹം മേടിക്കാൻ എന്താ ചെയ്യണ്ടേ? യേശു വരുന്ന വഴിക്ക് നിൽക്കണം, ഒന്ന് ചിരിച്ചു കാണിക്കണം, പറ്റുവാണെങ്കിൽ കയ്യേൽ മുത്തണം, പിന്നെ കൈമുത്തി എന്ന് പറയണം, തിരുമേനിയുടെ കൈമുത്തി പറയുന്നതെന്നൊക്കെ പറയണം. ഇങ്ങനെയൊക്കെ പരിപാടികൾ പലത് നടത്തിയായി സൂചിപ്പിക്കുന്നത്, പല രീതിയിലാണ് സൂചിപ്പിച്ച് നടക്കുന്നത്. അങ്ങനെയൊക്കെ സൂചിപ്പിക്കുക. ഇല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലേലും ഒന്ന് തൊട്ടെങ്കിൽ മാത്രമേ അനുഗ്രഹം കിട്ടാൻ ശ്രമിക്കുന്നു നിൽക്കുകയുള്ളൂ. ഇവൻ അങ്ങനല്ല ചെയ്തത്. ഇലയുടെ ഇടയ്ക്ക് കയറി പാത്തിരുന്നു. എനിക്കൊന്ന് കണ്ടാൽ മതി യേശുവിനെ. യേശു അടുക്കൽ വന്നു, സക്കായിയെ വിളിച്ച് താഴെ ഇറക്കിയിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം. സക്കായിക്ക് ഒരു കാര്യം അന്നേരം മനസ്സിലായത് എന്താണെന്നറിയാമോ? ഇതുവരെ സക്കായി വിചാരിച്ചു ഇലക്കിടയ്ക്ക് പതിഞ്ഞിരുന്ന് ഒപ്പിക്കുന്ന പണിയെല്ലാം താൻ മാത്രമേ കാണുന്നു. പക്ഷെ ഏതൊളിപ്പരിപാടി കാണിച്ചാലും സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് അത് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ പള്ളി വന്ന് അച്ഛന്മാരോട് പറയാം, അച്ഛാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് അറിയത്തില്ല അച്ഛാ, എൻ്റെ കുടുംബത്തിന് ഇത് പറ്റിയത് എന്താണെന്ന് അറിയാൻ സ്വയം പരിശോധിച്ചാൽ മതി. അച്ഛന്മാർക്ക് അറിയില്ല, മെത്രാച്ചന്മാർക്ക് തീരെ അറിയില്ല, ജനത്തിന് ആർക്കും അറിയില്ല. 4 ഭിത്തിയുള്ള മുറിക്കകത്തിരുന്ന് ഒപ്പിച്ച പണികൾ എന്തെല്ലാമെന്ന് സ്വയം ആലോചിച്ചെടുത്താൽ മതി. ദൈവത്തിന് ഇതൊക്കെ അറിയാമെന്ന ബോധ്യം ഒന്ന് ഭരിക്കണം. ഉടനടി സക്കായി ഇറങ്ങി വന്നു. സക്കായി യേശുവുമായിട്ട് സംസാരിച്ചു. സക്കായിക്ക് 2-ാമത്തെ അനുഗ്രഹം കൊടുത്തു. ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ട്. 2-3 കാര്യങ്ങളെന്ന് പറയട്ടെ. ഒന്ന്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സക്കായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യതിയാനം കണ്ടിട്ട് സക്കായിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. സക്കായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യതിയാനം കാരണം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര കാലമായി നമ്മുടെ കൂടെ കിട്ടിയ ആളെ നമ്മൾ കുറ്റം പറയുന്നു? ഈ മുടിഞ്ഞവൻ കാരണം എനിക്ക് സമാധാനം ഇല്ല, ഈ മുടിഞ്ഞവൾ കാരണം എനിക്ക് സമാധാനം ഇല്ലെന്ന് പറയുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, യേശുദമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ഒരാൾ മതി നിങ്ങളുടെ കുടുംബത്തിന് എന്തോ ഉണ്ടാകാൻ സമാധാനമുണ്ട്. ഒരാൾ മതി, 2 പേര് വേണ്ടെന്നേ, ഒരാൾ. അതുകൊണ്ടാ സക്കായിയുടെ മകനായ അബ്രഹാമിനെ നോക്കി പറഞ്ഞു, ഇവൻ അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന്
ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. രണ്ടാമത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സക്കായി വ്യക്തിവ്യതിയാനമുള്ള വ്യക്തിയായപ്പം ആ കുടുംബത്തിന് അനുഗ്രഹം കൊടുത്തു. അതുകൊണ്ടാ മാമോദീസയ്ക്ക് വരുന്ന സമയത്ത് കുഞ്ഞിനെ മാമോസ മുക്കിയാൽ പോരെ, എന്തിനാണ് ജാമ്യക്കാരൻ എന്ന് പറയുന്ന ഒരാളിനെ വെച്ചേക്കുന്നേ? തലത്തോടുന്ന അപ്പനെ ഞാൻ വിളിക്കുന്ന പേര് ജാമ്യക്കാരനാ. എന്താ ഈ ജാമ്യക്കാരന് പറയാൻ കാര്യം? പ്രതി ഹാജരാകുന്ന നിലയിൽ പകരം ഹാജരായിക്കൊള്ളാം എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് ജാമ്യക്കാരൻ. അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധ സഭയുടെ മുമ്പാകെ നിന്ന് പറയുക, ഈ കുഞ്ഞിനെ ഞാൻ ജാമ്യക്കാരനായിക്കൊള്ളാം. എന്താ പറയുന്നത് അറിയാമോ? ഞാൻ ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്നാ. അല്ല, ഞാൻ ഈ കുഞ്ഞിനെ തലയ്ക്ക് പിടിച്ചോളാമെന്നല്ല, ഞാൻ ഈ കുഞ്ഞിനെ വിശ്വാസം വളർത്തി. അങ്ങനെ ഒരാൾ ഉണ്ടായാൽ അയാൾ മുഖാന്തരം ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും. സഭയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ട് ആ തലത്തോട്ട് അപ്പനെ വെച്ചത്. അല്ല, നിങ്ങൾ വിചാരിച്ചാൽ ഇങ്ങാവോ എന്ന് കരയുന്ന കൊച്ചിനെ കൊണ്ടത് മുക്കിയിട്ട് അച്ഛന് പൈസ മേടിക്കാനല്ല. സഭയ്ക്ക് ബോധ്യമുണ്ട്, കൃത്യമായ പരിശീലനം കൊടുത്ത് ഒരാൾ ഈ കുഞ്ഞിനെ വളർത്താനുണ്ടെങ്കിൽ ഇവൻ അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ. 3, നമുക്ക് അന്നും ഇന്നും പേടിയുള്ളൊരു കാര്യമാണ്. രക്ഷ എന്നുള്ള വാക്ക് കേട്ടാൽ അന്നും ഇന്നും പേടിയാണ്. എൻ്റെ വീടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മണക്കാല ആയതുകൊണ്ട് ചില ആളുകൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് ചോദിക്കും, സഹോദര സഹോദരി ബാക്കി പറ, രക്ഷിക്കപ്പെട്ടോ? ഓർത്തഡോക്സ് തന്നെ കേട്ടാൽ അപ്പം പേടി വരുന്ന ചോദ്യമാണ്. പെടണേ പെടാം, പെടണ്ടായി പെടണ്ട, ഇപ്പം പെടണോ പിന്നെ പെടണോ അല്ലേ? എന്തിനും തയ്യാറാ, എന്തിനും തയ്യാറാ. 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളെ ആരെയെങ്കിലും കടമ്പനാട് സെന്റ് തോമസ് കത്തീഡ്രലിന് പാരമ്പര്യമുള്ള പള്ളിയിലെ അംഗങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നുണ്ടോ? ചോദ്യം വ്യക്തമായോ? വ്യക്തമായോ? ആയി. നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നുണ്ടോ? തീർന്നു, എൻ്റെ പ്രസംഗം കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അങ്ങനെ തീർത്ത് പറയണം. അതിനാൽ എന്തിനകത്ത് സംശയം എന്താ? ആരും വിളിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതിന്റെ ബാക്കി പറയണേ. ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചുപോയവരുടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിജയ സ്ലീബായാൽ ആണ്ട് നിങ്ങൾ പറഞ്ഞ് വിളിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ്ട് ഇപ്പം അത് പറയും. അപ്പൊ ഈ പള്ളിയിൽ പോകുമ്പോൾ ഈ സാധനത്തിന്റെ മ്യൂസിക് അല്ല കേൾക്കേണ്ടത്, അവിടെ നിൽക്കുന്ന ആളുകളെ കാണുകയല്ല, പള്ളിയിൽ വെളിയിൽ നിന്നിട്ട് അംഗവും കാണാൻ താളി ഓടിക്കുക, ആരൊക്കെ പള്ളി വന്നു എന്ന് സെൻസസ് എടുക്കുകയല്ല വേണ്ടത്. പകരം പള്ളിക്കകത്ത് പറയുന്നത് എന്തോ ചെയ്യണം? ശ്രദ്ധിക്കുക. നല്ല ബോധ്യമുണ്ട് ഞങ്ങൾക്ക്, സഭയ്ക്ക്, സഭയിൽ മാമോദീസ മുങ്ങിയ ഓരോ ആളുകളെയും സഭ വിളിക്കുന്ന പേര് രക്ഷിക്കപ്പെട്ടവരെന്നാണ്. ഒരു തർക്കവും ഇല്ല അതിന്, ഒരു മാറ്റവും ഇല്ല അതിന്. കൃത്യമായ ബോധ്യത്തിലാണ് വിളിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത വരി പറയുന്നുണ്ട്, ഞാനോ ബലഹീനനും അല്ലേ, ഈ 6 അടി നീളത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് എന്തൊക്കെ പണി ഒപ്പിക്കുന്നുള്ള എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒട്ടടി അടുത്ത വാചകത്തിൽ പറഞ്ഞു, ഞാനോ ബലഹീന. അപ്പോൾ പറയും അച്ഛൻ്റെ കാര്യം കറക്റ്റ് അച്ഛൻ അല്ല, എൻ്റെ കാര്യം മാത്രമല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആ പാപികളിൽ ഒന്നാമൻ ഞാനാണ്. സ്വയം വിശേഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെട്ടവനല്ല, ഞാൻ പാപിയാണെന്നാ. അതുകൊണ്ട് ആ സഭ അങ്ങനെ പഠിപ്പിക്കുന്നത്, അല്ലാതെ പുകഴ്ത്തിക്കൊണ്ട് നടക്കാനല്ല. ഇനി അടുത്തതിലോട്ട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെടുക രക്ഷപ്പെടുക ഒരേ അർത്ഥമാണോ? മലയാള ചോദ്യമാണ് അല്ലേ. രക്ഷിക്കപ്പെടുക രക്ഷപ്പെടുക രണ്ടിനും ഒരേ അർത്ഥമാണോ? അല്ല, രണ്ടും 2 അർത്ഥം. എന്താ രക്ഷപ്പെടുക? എൻ്റെ കയ്യിലിരിപ്പ് അധികം ആർക്കും ഇഷ്ടമല്ല എങ്കിൽ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്ന ആറ്റിലോട്ട് എറിഞ്ഞു, ഞാൻ മുങ്ങിയും പൊങ്ങിയും ഇരുന്നു, തനിയെ നീന്തി കരയിൽ കയറിയാൽ ഞാൻ രക്ഷിക്കപ്പെടുവാണോ രക്ഷപ്പെടുവാണോ? ഞാൻ രക്ഷപ്പെടുക അല്ലേ. 1980 ജൂലൈ മാസം 11-ാം തീയതി കർത്താവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുന്നവൻ പറയേണ്ടത് രക്ഷിക്കപ്പെട്ടു എന്നല്ല പറയേണ്ടത്, ഞാൻ എന്തോ ചെയ്തു എന്നാ പറയേണ്ടേ? രക്ഷപ്പെട്ടു എന്നാ പറയേണ്ടേ. പക്ഷെ അവർ പറയുന്ന വാചകം എന്തുവാ? രക്ഷിക്കപ്പെട്ടവരെന്നാ. എന്നാൽ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത്? കൃത്യമായി സഭ പഠിപ്പിക്കുന്നുണ്ട്. മുങ്ങിപ്പൊങ്ങുന്നവനെ മണല് വാരാൻ വന്ന വള്ളക്കാർ നോക്കിയപ്പം ഒരുത്തൻ്റെ കൈ മാത്രം മേളിലോട്ട് കുറ്റി പോലിരിക്കുന്നു. അവരിവനെ എടുത്ത് വള്ളത്തിലിട്ടു, കരയിൽ കൊണ്ടുവന്നു, വയറ്റത്ത് 4 അമക്കമക്കി, വായിലൂടെ വെള്ളം പോയി. ഈ മനുഷ്യൻ ആ വള്ളക്കാരാൽ രക്ഷിക്കപ്പെട്ടു.
അതുകൊണ്ടാണ് നമ്മളും പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഒന്നുകൂടെ പറയുന്നത്. ജേക്കബ് കോശിയച്ചൻ നിർത്തി പറയുന്ന വാചകമാണ്: ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചുപോയവരുടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ വിജയസ്ലീബായാൽ. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ലെന്നേ, എൻ്റെ നിങ്ങളുടെയും പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരാ. ഈ ബോധ്യം നമ്മളെ ഒന്ന് ഭരിക്കട്ടെ. ഞാനും നിങ്ങളുമൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഓർത്തെടുക്കാൻ കേട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ ചിന്ത ഞാൻ പങ്കുവച്ചു. 2 അനുഗ്രഹങ്ങൾ. സക്കായി നേടിയെടുത്ത അനുഗ്രഹം, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. മൂന്നാമത്തെ അനുഗ്രഹം ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വേദഭാഗം. അവിടെ ഒരു കുരിശിൻ്റെ 2 വശങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ 2 വശങ്ങളിലായി 2 പേരെ കുരിശ് തറച്ചിട്ടുണ്ട്. അതിൽ ഒരുത്തൻ, ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, അവൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കാം, നീ അങ്ങ് രക്ഷപ്പെടണം, കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ അങ്ങ് രക്ഷിക്കണം. ഇല്ലേ? നീ അങ്ങ് രക്ഷപ്പെടണം, കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ അങ്ങ് രക്ഷിക്കണം. ഇപ്പോഴും നമ്മുടെ ആളുകൾ അങ്ങനെയല്ലേ പറയണേ? കർത്താവേ, അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കാം, ഉറപ്പായിട്ടും അതിന് കർത്താവ് ഒരു കാര്യം ചെയ്യണം, എന്തെങ്കിലും ഒരു അത്ഭുതം ഒന്ന് കാണിക്കണം. അല്ലേ? അതിപ്പം കടമ്പനാട് കത്തീഡ്രലില്ലെങ്കിൽ ഞങ്ങൾ കണ്ണങ്കോട് കത്തീഡ്രലിൽ പോകും. അത് കിട്ടിയില്ലേ അതിനപ്പുറത്ത് ഒരു മൂടുപള്ളിയുണ്ട്, ആ പള്ളിയിൽ പോകും. അല്ലേ? ഇനി ഇതും കിട്ടിയില്ലേ ആസനം പള്ളിയിൽ പോകും. അല്ലേ? ഒന്നും ഞാൻ പറയില്ല, കൂടുതൽ വിശദീകരിച്ചാൽ ശരിയാവത്തില്ല. എനിക്ക് എവിടാണെങ്കിലും എന്തോ കാണണം, അനുഗ്രഹം കാണണം. എന്തോ ഈ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്കിതുവരെ അറിയാത്തൊരു സാധനമാണ് അനുഗ്രഹം. ഇല്ലേ? ഈ അടുത്തിടയ്ക്കല്ല, കുറച്ചുനാൾ മുമ്പ് TV ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കേട്ടതാണ്, ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ TV-യുടെ സ്ക്രീനിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ. അതും നമ്മൾ ചെയ്തു കളയും. എന്തിനാ? കൃപാസനം പത്രം അരച്ച് ചമ്മന്തിയായി മക്കൾക്ക് മോക്ക് കൊടുത്തിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചാവാൻ കിടന്ന കൊച്ചിൻ്റെ ചരിത്രമുള്ള ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. TV-യെ തൊട്ട് പ്രാർത്ഥിച്ചോളാൻ ഇപ്പോൾ അനുഗ്രഹം കിട്ടും. അതും നമ്മൾ പരിശോധിക്കും. ഇനി അതിൻ്റെ കുറവുള്ളതിൻ്റെ പേരിൽ എന്തോ വേണ്ട, എവിടെയെങ്കിലും വയറ് കീറിക്കിടക്കാതെ 6 ഭാഗ്യം. സഹോദരങ്ങളെ, ഇവരെ നോക്കി, അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവരെ നോക്കി യേശുദമ്പുരാൻ പറഞ്ഞൊരൊറ്റ വാചകമുണ്ട്: ദോഷവും, ബാക്കി പറ, വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കും. അവർക്ക് ഒറ്റ അടയാളമേ ഉള്ളൂ, ക്രിസ്തു മരിച്ച് വീണ്ടും കുരിശി കിടക്കേണ്ടി വരും. സഹോദരങ്ങളെ, അടയാളം കാണാൻ എളുപ്പവഴി ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. വളരെ നിസ്സാരമായ അനുഗ്രഹം. എൻ്റെ പ്രസംഗം തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇത്രയും സമയത്തിനുള്ളിൽ, ഈ സമയം വരെ ആരെങ്കിലും ശ്വാസം എടുക്കാത്തവരുടെ ഇരിപ്പുണ്ടോ? ഇല്ല. എന്നാൽ ഇനി 2 മിനിറ്റ് ശ്വാസം എടുക്കാമെന്ന് വിചാരിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഇതുവരെ ശ്വാസം എടുക്കാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. എന്നാൽ ഇനി ഒരു 2 മിനിറ്റ് ശ്വാസം എടുത്തേക്കാന്ന് വിചാരിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. ഇതുവരെ കണ്ണടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അന്നേരം ഒരാൾ ചോദിക്കും, ഞാൻ ഉറങ്ങിയത് അച്ഛൻ കണ്ടോ? അതല്ല, ഇത് കണ്ണിമ വെട്ടിയ കാര്യമാണ് പറഞ്ഞത്. കണ്ണിമ വെട്ടാത്ത ആരുമില്ല. എന്നാൽ ഇനി പ്രസംഗം തീരുന്നവരെ കണ്ണ് വെട്ടാതിരിക്കാന്ന് വിചാരിച്ചാൽ നടക്കുമോ? അപ്പം അത്ഭുതം കാണാൻ എളുപ്പവഴിയാണ്. നമ്മൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ. പിന്നെയും പറയും, എനിക്ക് അത്ഭുതം കാണാം. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാവം. മറ്റവൻ പറഞ്ഞു, തമ്പുരാനെ, എനിക്കതൊന്നും വേണ്ട, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണം. മലങ്കര സഭയുടെ ബാലസമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ സഭ മുഴുവനുള്ള ബാലസമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 31-ാമത്തെ വയസ്സിൽ പരിശുദ്ധ സഭയുടെ ഒരു കൽപ്പന എനിക്ക് ലഭിച്ച് ഞാൻ 5 വർഷം 2016 വരെ ഞാൻ ബാലസമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എല്ലാ ബാലസമാജത്തിൻ്റെ മീറ്റിങ്ങിൽ എവിടെ പോയായിരുന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നീണ്ട പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നടത്തിക്കോണം. നടത്തി കഴിഞ്ഞിട്ട് കൈ തൊഴുതു പിടിച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് പറയണം, കർത്താവേ, നീ ഞങ്ങളെ മറന്നു കളയല്ലേ, നീ ഞങ്ങളെ ഒന്ന് ഓർത്തേക്കണം. ഇത് മതിയെന്നേ, ഇത്രയൊന്ന് ഓർത്താൽ മതി, ബാക്കി തമ്പുരാൻ തന്നോളും. ഈ പ്രാർത്ഥന ഉണ്ടായപ്പം തമ്പുരാൻ്റെ 3-ാമത്തെ അനുഗ്രഹം ചെന്നു. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. നീ ഇന്ന് എന്നോടുകൂടി കല്ലറയിലിരിക്കുമെന്നല്ല പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിൽ. കർത്താവ് മരിച്ചു, ശരീരം എവിടെ ഇരിപ്പുണ്ട്? കല്ലറയിലിരിപ്പുണ്ട്. കള്ളൻ മരിച്ചു, ശരീരം എവിടെ ഇരിപ്പുണ്ട്? കല്ലറയിലിരിപ്പുണ്ട്. കർത്താവ് എവിടെ പോയെന്നാ പറഞ്ഞത്? ഇന്ന് പറുദീസയിൽ പോയെന്ന്. കള്ളൻ എവിടെ പോയെന്നാ പറഞ്ഞത്?
പറുദീസയെ. അതുകൊണ്ട് ആ മലങ്കര സഭ പഠിപ്പിക്കുന്നത് മരിച്ചുപോയവരും മരിച്ചതിന് ശേഷവും ജീവനോടെ തന്നെ ഉണ്ടെന്ന്. ചുമ്മാ പഠിച്ചല്ല, ചുമ്മാ ഞാനതുകൊണ്ട് പറയാം, ഒന്നുകിൽ ഈ പുസ്തകം എടുത്ത് വലിച്ചു കയറി കപ്പലിൽ പൊതിയാൻ കൊടുക്കുക. ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്കുക. എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ. കള്ളനോട് പറയും, നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലേക്ക്. എന്നിട്ട് കർത്താവ് പോയത് പാതാളത്തിലേക്കാ. അവിടെ ചെന്നിട്ട് അതിനെ പറുദീസയാക്കി മാറ്റുകയാണ്. കർത്താവ് പാതാളത്തിൽ ചെന്നിട്ട് പാതാളത്തെ പറുദീസയാക്കി മാറ്റുക. റിഞ്ചുപ്പി കോശി അച്ഛനും നമ്മളൊക്കെ ആണെങ്കിൽ പറുദീസയിലോട്ട് വിട്ട പറുദീസ എന്തോ ആക്കി എടുക്കും? പാതാളമാക്കി മാറ്റും അല്ലേ? എന്ത് സന്തോഷമായിട്ടാണ് കല്യാണമൊക്കെ നടത്തി വിട്ടപ്പം എത്ര പേരാ വന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞു വിട്ടതല്ലേ. ഓരോ വർഷം കഴിയുന്നതോടും പാതാളത്തിൻ്റെ അനുഭവം കൂടി വരുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ല. ഇന്ന് മുതൽ നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. നിത്യമായി തമ്പുരാനോടൊപ്പം പറുദീസയിൽ വസിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം. 3 അനുഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞു. 3 വ്യക്തികൾ, 3 അനുഗ്രഹങ്ങൾ. ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ കൂടെ പറയാം. ഒന്നാമത്തെ വ്യക്തി പത്രോസ് അപ്പോസ്തലൻ നേടിയെടുത്ത അനുഗ്രഹം. ഉറങ്ങിപ്പോയി. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടി. 2 സക്കായി നേടിയെടുത്ത അനുഗ്രഹം. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുടെ. 3 വലതുവശത്തെ കള്ളൻ നേടിയെടുത്ത അനുഗ്രഹം. ഇന്ന് മുതൽ നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ഈ 3 അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് വ്യതിയാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ വേദഭാഗം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. വീട്ടിൽ പോയി വായിക്കണം. വായിക്കുമ്പം എന്നിൽ ദൈവം തോന്നിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ദൈവം തോന്നിപ്പിക്കും. എന്നാൽ പ്രധാനമായി ചിന്തിക്കാൻ ഒരു 2-3 വ്യതിയാനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കാം. 1, ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും അറിയുകയല്ല ചെയ്തത്, തിരിച്ചറിയുകയാണ് ചെയ്തത്. ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും അറിയുകയല്ല ചെയ്തത്, തിരിച്ചറിയുക. എന്താ ഈ അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം? BEd പഠിച്ചവർക്കറിയാം. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്നും അഫക്റ്റീവ് ഡൊമൈൻ എന്നും പറഞ്ഞ് 2 രീതി. പിന്നെ സൈക്കോമോട്ടർ വേറെന്നോ. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കാര്യങ്ങൾ അറിയുക എന്ന് പറയും. ഇന്നിടത്ത് ഇന്ന ആൾ മരിച്ച കാര്യം നീ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നത് അല്ലേ. ഇന്നിടത്ത് ഇന്ന കാര്യം ഇന്ന ആൾ മരിച്ച കാര്യം നീ അറിഞ്ഞോ എന്ന് ചോദിക്കും. അതേസമയം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാം, എടാ അല്ല, അവൻ ഒരു വൃത്തികെട്ട ചെറുക്കനാണ്, നീ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ബൗദ്ധികമായിട്ടുള്ള അറിവ്, ഹൃദയപരമായിട്ടുള്ള തിരിച്ചറിവ് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. 25 വർഷത്തെ വിവാഹ വാർഷികം ആചരിച്ച് നിൽക്കുന്ന ആൾ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വരുമ്പം ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ഇതിലേതേലും ഒന്ന് ചവച്ചോണ്ടേ അച്ചായൻ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് വരാറുള്ളൂ. അപ്പം അച്ചായൻ അമ്മാമ്മയുടെ കല്യാണം കഴിഞ്ഞ കാലം മുതലേ തുടങ്ങിയ ശീലമായത്. അപ്പം അമ്മാമ്മയുടെ വിചാരം അച്ചായൻ ഈ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അച്ചായൻ്റെ പേഴ്സിനകത്ത് സ്ഥിരമായിട്ട് ഈ സാധനം ഉണ്ട് താനും. ഒരു ദിവസം പതിവില്ലാതെ ഈ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ അങ്ങ് തീർന്നുപോയി. അച്ചായൻ ആളുകൾ ചിരിക്കുന്നു, വേറൊരു മണവുമായിട്ട് വീട്ടിലോട്ട് കയറി വന്നു. അന്നേരം അമ്മാമ്മയ്ക്ക് ഇത് എന്തിൻ്റെ മണമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, എന്നാലും നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ലല്ലോ. അച്ചായൻ്റെ ഭാര്യ അമ്മാമ്മയ്ക്കൊരു പ്രത്യേകമുണ്ട്. അച്ചായൻ്റെ ഓഫീസിൽ നിന്ന് ഉടുപ്പ് ഊരി കതകിൻ്റെ പുറകെ, ഇപ്പോഴത്തെ പോലെ ഡ്രോ ഒന്നും ഇല്ലാത്ത പഴയ കാലത്തെ കാര്യം കേട്ടോ, കതകിൻ്റെ പുറകിൽ തൂക്കിയിടും. അച്ചായൻ പിറ്റേ ദിവസം രാവിലെ ഇതേ ഉടുപ്പ് എടുത്തിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടി ജംഗ്ഷനിൽ ചെന്ന് കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് 500 നോട്ടൊന്നും കാണത്തില്ല. ഒരു ദിവസം അച്ചായൻ കൊണ്ടുവന്ന് കതക് ഉടുപ്പെടുത്ത് കതകിൻ്റെ പുറകിലിട്ടു. അച്ചായൻ പുറത്തോട്ട് പോയി തിരിച്ചകത്തോട്ട് പെട്ടെന്ന് കയറി വന്നപ്പം അമ്മാമ്മ പോക്കറ്റിൽ കൈയിട്ട് പ്രതിമ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. ഈ കൈ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അച്ചായൻ വിചാരിഞ്ഞത്, ഇടി നീയാണ് ഈ പണി ഒപ്പിക്കുന്നത്, ഞാൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല അല്ലേ. അപ്പം അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാ. ദൈവത്തിൻ്റെ സാന്നിധ്യം പത്രോസ് അപ്പോസ്തലൻ അറിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് പടക് വിട്ടുകൊടുത്തേ, യാതൊരു സംശയമില്ല. എന്നാൽ തനിക്കു വേണ്ടി വലിയ മീൻ ശേഖരത്തെ ക്രമീകരിച്ച ദൈവത്തിൻ്റെ പുത്രനെ അറിയുകയല്ല ചെയ്തത്, തിരിച്ചറിയുകയാണ് ചെയ്തത്. സക്കായി യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളാൽ. പക്ഷെ വിളിച്ച് താഴെ ഇറക്കിയപ്പോഴാണ് സക്കായി അറിയുകയല്ല ചെയ്തത്, തിരിച്ചറിയുക ചെയ്തത്. ഇവിടെ വലതുവശത്തെ കള്ളൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുരിശിൽ കിടന്നുകൊണ്ട്
തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ അറിയുകയല്ല ചെയ്തത്, തിരിച്ചറിയുക. നമ്മളൊന്ന് ആലോചിക്കേ, നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നേ. അറിഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ടാ പരീക്ഷയാകുമ്പം നമ്മൾ എങ്ങനെയായാലും പിള്ളേരെ കടമാട്ട് പള്ളിയിലൊന്നും കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കും. ഇനി അതിൻ്റെ വിറ്റാമിൻ്റെ കുറവ് വേണ്ട, പല വിറ്റാമിനും കൊടുത്തു നോക്കി. ബൂസ്റ്റും ബോൺവിറ്റയും ഹോർലിക്സും മാൾട്ടോയും കോംപ്ലാനും ഒക്കെ കൊടുത്തു നോക്കി. ആരാണ്ട് പറയുന്നത് പള്ളിയിൽ പോയെന്ന് പ്രാർത്ഥിച്ച ആ വിറ്റാമിനോട് കിട്ടുന്നു. ശുശ്രൂഷ സംഘത്തിൻ്റെ ചുമതല കിട്ടിയപ്പോൾ മനസ്സിലായി, ആരാണ്ട് പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ മദ്ബഹായി കയറ്റിയാൽ മതിയെന്ന്. എന്തെല്ലാം വിറ്റാമിനാണെന്നറിയാമോ അല്ലേ? നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന്. എൻ്റെ ഒരു സുഹൃത്ത് ഏനാത്തുണ്ട്, 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച വളരെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലെന്ന് മറിഞ്ഞു വീണിട്ട് അവനെ നേരെ ആശുപത്രി കൊണ്ടുപോയി കട്ടിലേക്ക് നിന്ന് വിരന്ന് കിടക്കുകയാണ്. 29 വയസ്സ്. അതായത് ഞാൻ അച്ഛനായതിനു ശേഷം അവനെ കാണാൻ പോയി. പൊട്ടി ഒലിച്ചിട്ട് അവന് ബൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമായിട്ട് ഞാൻ എൻ്റെ ബൈക്ക് ദൂരെ വെച്ചിട്ട് നടന്ന് അവൻ്റെ വീട്ടിൽ പോയി. ഞാൻ അവിടെ ചെന്നു, 29 വയസ്സാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എടാ നീ അച്ഛനല്ലേ? അവനാണ്. നീ ദൈവത്തിൻ്റെ അടുത്ത ആളല്ലേ? അവനാ ദൈവത്തോട് പോയി ചോദിക്കേ. എനിക്കറിയില്ല, ഞാൻ അച്ഛനാന്ന് മാത്രം എനിക്കറിയാം, ദൈവത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. ഇതൊന്നുമല്ല, എനിക്കൊരു കാര്യം അറിയണം. എന്താ നീ കാര്യം അറിയണം? അപ്പം നമ്മൾ സർവജ്ഞ വീടം കയറിയ പോലെ അവനോട് ചോദിച്ചു, നിനക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചോളാൻ പറഞ്ഞു. അവനൊരൊറ്റ വാചകത്തിൽ ചോദിച്ചു, ഞാൻ എന്നാ ചത്തുപോകുന്നത് നിനക്കൊന്ന് പറയാമോ? എന്നിട്ട് അവന് മണ്ടയ്ക്ക് കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് പൊക്കി, വസ്ത്രം ധരിക്കാതെ കിടക്കുന്നവൻ പെതുക്കെ മൂടൊന്ന് പൊക്കി കാണിച്ചപ്പം പൊട്ടി ഒലിച്ച ബെഡ്സോറ് കണ്ടു. എൻ്റെ കൂടെ പഠിച്ചവനാ. അവൻ എന്നോട് പറഞ്ഞു, എടാ അച്ഛാ, സഹിക്കാൻ വയ്യാഞ്ഞിട്ടാടാ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എൻ്റെ അപ്പൻ്റെ സർവ്വസമ്പാദ്യവും എനിക്ക് വേണ്ടി ചെലവിട്ട് കഴിഞ്ഞ് എന്നെ ഒന്ന് നേരെ നിർത്താൻ വേണ്ടി എൻ്റെ അമ്മയ്ക്കൊരു കല്യാണത്തിനായിട്ട് മറ്റൊരു നല്ല കാര്യത്തിനും പാം വയ്യ, എന്നെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു കിടന്നിട്ട് എൻ്റെ മൂത്തവൻ ഒരു കല്യാണം വരുന്നില്ല, കാരണം അവൻ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് ഈ എന്നെയും കൂടെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചത്തുപോയാൽ അത്രയും ഭാഗ്യമാടാ എനിക്ക്. അതുകൊണ്ടാടാ അച്ഛാ ഞാൻ നിന്നോട് ചോദിച്ചത്, ഞാൻ എന്നാ ചത്തുപോകുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമ്മളെ എടുക്കാനും പിടിക്കാനും നമ്മളെ കൊണ്ടു നടക്കാനൊക്കെ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? എത്ര പേര് വേണം? ഇതുപോലൊരു ദിവസം പറയിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. അതിനിട നൽകാതെ നിലനിർത്തുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയാ. ഞാൻ ഈ റോഡിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ചില ആളുകളെ കാണാം, ഇങ്ങനെ കൈകൊണ്ട് വരച്ച് ചിരിച്ച് കരഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ഒക്കെ പോവും. നമ്മൾ അവരെ വിളിക്കും ഭ്രാന്തരെന്ന് വിളിക്കും. അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ ബുദ്ധി കൂടിപ്പോയിട്ട് ചിന്ത കൂടിപ്പോയതാ. ചില ആളുകളുണ്ട്, നമ്മൾ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകില്ല, അവരിങ്ങനെ ഇരിക്കും. അവരെഴുന്നേക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കും, ഇരിക്കാൻ പറഞ്ഞാൽ അവർ എഴുന്നേക്കും. അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാ. ഞാൻ ഇവരെ കാണുമ്പോൾ മനസ്സിൽ പാടിപ്പോവും, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. സംശയിക്കരുത്, ദൈവം നിർത്തിയതാ. നിന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നെങ്കിൽ വീഴ്ത്താൻ ദൈവത്തിനറിയാം. 2, സ്കൂളിലേക്ക്, കടമ്പനാട് കത്തീഡ്രലിൻ്റെ ഉടമസ്ഥയിലുള്ള സ്കൂളിലേക്ക് ഞാൻ കയറിപ്പോകുമ്പം എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ PJ ജേക്കബ് എന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, അദ്ദേഹം ഒരു മറ്റ് സഭക്കാരനാണ്, ഏത് സഭയെന്ന് ഞാൻ പറയണില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, സ്കൂളിൻ്റെ പടിയിലോട്ട് വണ്ടി ഓടിച്ച് കയറുമ്പം അച്ഛൻ ഓർത്തോണം, ഇതുപോലെ ഒരുപാട് പേര്, ഇതിനേക്കാൾ കഴിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ ഒക്കെ ഉണ്ടായിട്ട് അച്ഛനൊരു ജോലി ദൈവം തന്നതാ. ഇതിനേക്കാളും യോഗ്യതയുള്ളവർ വീടില്ലാതെ കിടക്കുമ്പം ഒരു വീട് കിട്ടിയതാ. ഇതിനേക്കാളും യോഗ്യതയുള്ളവർ ഇന്നും എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് കടന്നു വന്ന്, അച്ഛാ, മകളെ പഠിപ്പിക്കാനാണ്, ഭക്ഷണം കഴിക്കാനാണെന്ന് പറഞ്ഞ് ഇരക്കാൻ അവസരം ഉണ്ടാക്കിയപ്പം ദൈവം എനിക്കതിനൊന്നും അവസരം ഉണ്ടാക്കാതിരിക്കുമ്പം ഓർത്തുകൊള്ളുക, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. മറക്കാനിടയാകരുത്. ഓർത്തെടുത്തുകൊള്ളുക, ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊള്ളുക. അവിടെ വേറെ ഒന്നും വേണ്ടാന്നേ, അറിയാണ്ട് പള്ളിയിലോട്ട് വന്നോളും. ഒരു വികാരിയച്ഛനും എൻ്റെ പേര് വിളിക്കണ്ട, നീ വന്നോന്ന് ചോദിക്കണ്ട, ഞാൻ പള്ളിയിലുണ്ടാകും. ആ ബോധ്യം ഈ ദേശത്തുണ്ടാകണം. അതിനുവേണ്ടി ഇത്ര കൃത്യമായി പറഞ്ഞത്. ഒന്നാമത്തെ ഉണ്ടാകേണ്ട വ്യതിയാനം ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും അറിയാനല്ല, തിരിച്ചറിയാൻ. 2, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പത്രോസ് അപ്പോസ്തലൻ വല വീശി
ആർക്ക് വേണ്ടിയായിരുന്നു? തനിക്ക് വേണ്ടിയാ. പക്ഷെ വല വീശിക്കഴിഞ്ഞപ്പം പെരുത്ത മീൻശേഖരം കയറി. അവനറിയാം ഇതെങ്ങനെ ഓളം തള്ളിച്ച് കരയിലെത്തിക്കണമെന്ന്. അവൻ ഓളം തള്ളിക്കാൻ പോയില്ല. സഹോദരങ്ങളെ മാടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും കൂടെ സഹായിച്ച് നിങ്ങൾ കൂടെ എടുത്താൽ ബാക്കി ഞാനിങ്ങ് എടുത്തോളാം. മീൻ വലയിട്ട് തനിക്ക് വേണ്ടി, തനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയപ്പം മറ്റുള്ളവർ കൂടി പങ്കിട്ട് കൊടുക്കുക. സക്കായി ഇതുവരെ നേടിയെടുത്തത് മുഴുവനും തനിക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, യേശുവിനെ കണ്ടപ്പോൾ സക്കായി ചോദിച്ചത്, കർത്താവേ, നീ എൻ്റെ വീട്ടിലോട്ട് വരുമല്ലോ, ഡൺലപ്പ് മെത്തയാണോ വേണ്ടത്, AC മുറിയാണോ വേണ്ടത്, നോൺ വെജാണോ വെജാണോ? ഇതൊന്നുമല്ല സക്കായി പറഞ്ഞത്. യേശുവിനെ കണ്ട മാത്രയിൽ അവൻ യേശുവിനോട് പറഞ്ഞത്, എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നു, ബാക്കി പകുതി ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുള്ളവർക്കും പങ്കിട്ട് കൊടുക്കുക. പിന്നെ എന്തോ കാണും സക്കായിക്ക്? എനിക്കറിയില്ല. വലതുവശത്തെ കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു വശത്തെ കള്ളൻ യേശുവിനെ കുറ്റം പറഞ്ഞപ്പം മറ്റേ വശത്തെ കള്ളൻ ചെയ്ത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവൻ ആദ്യം ഇടതുവശത്തെ കള്ളൻ്റെ അടുക്കൽ പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുത്, നമ്മളൊക്കെ സമശിക്ഷാവിധിയിൽ അകപ്പെട്ടവരാ. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഓടിച്ചെന്നിട്ട് പറഞ്ഞേനെ, കർത്താവെ കണ്ടായിരുന്നോ, കർത്താവിനെ കുറിച്ച് ഈ മുഴുവൻ ചീത്ത പറഞ്ഞ്. ഞാൻ അങ്ങനൊന്നും കർത്താവിനെ കുറിച്ച് അല്ലേ, അങ്ങനല്ലേ നമ്മൾ അച്ഛന്മാരുടെയും തിരുമേനിമാരുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത്. അച്ഛൻ അറിഞ്ഞായിരുന്നു അച്ഛനെ കുറിച്ച് മുഴുവൻ ചീത്തയാവും പറയുന്നേ. ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല, സമയം കിട്ടുമ്പോഴേ പറയത്തുള്ളൂ എന്നുള്ളേ ഉള്ളൂ അല്ലേ. അവിടെ വലതുവശത്തെ കള്ളൻ്റെ തീരുമാനം ഇതായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടതുവശത്തെ കള്ളനയുടെ കൂടെ ചേർക്കും. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാനൊക്കെ ഒരുപാടൊന്നുമില്ല. ഞാനും അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് ലോണും ഒക്കെ ഉള്ള ആളാണ്. ഞാനും അധ്വാനിക്കുന്നുണ്ട്. എൻ്റെ അധ്വാനം എൻ്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയുമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ദശാംശം ഒന്ന് മാറ്റിവെക്കാൻ കഴിയണം. 58 വീട് കഴിഞ്ഞു. ഇനി 2 വീടിനുള്ള പൈസ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. 2 പേരെ കണ്ടുപിടിച്ചിരിക്കുക. അവർക്കൂടുള്ള പണി തുടങ്ങണം. എൻ്റെ കോൺട്രാക്ടർ ബാബു കുളത്തൂരിന് ഒരു ശകലം വർക്ക് കൂടുതലായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് പമ്മി നിൽക്കുകയാണ്. അടുത്ത 2 വീട് ഉടനടി തന്നെ തുടങ്ങും. 18 വീടിൻ്റെ പണി ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നുള്ള ബുദ്ധിമുട്ടാണ്. ഒരു വീടിൻ്റെ മാത്രം ഉദാഹരണം പറയാം. മാറ്റി വെക്കണോ വേണ്ട നിങ്ങൾ ആലോചിച്ചോ. ഒറ്റ വീടിൻ്റെ മാത്രം ഉദാഹരണം പറയാം. ഏനാത്ത് ബിജു എന്ന് പറയുന്ന പത്ര റിപ്പോർട്ടർ മനോരമയിലൊരു വാർത്ത കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ ഞാൻ പോയി. ദാമോദരൻ ആണ് പേര്. രാവിലെ 7:30 അവിടെ ചെന്നപ്പം 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ, നെഞ്ചും കൂട് വെട്ടിപ്പൊളിച്ചൊരു ഓപ്പറേഷൻ ചെയ്തൊരു മനുഷ്യൻ. അദ്ദേഹം കൈലി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു തോർത്തെടുത്തിട്ടുണ്ട്. വിയർത്ത് കുളിച്ച് എന്നെ കാണാൻ കയറി വന്നു. ചിരിച്ചു കാണിച്ചു ഞാൻ. അദ്ദേഹം എന്നെയും ചിരിച്ചു കാണിച്ചു, തൊഴുത് കാണിച്ചു. അദ്ദേഹം അകത്തു കൊണ്ടുപോയി ഭാര്യയെ പരിചയപ്പെടുത്തിയപ്പം ഭാര്യ 430-400 ഒക്കെയാ ഷുഗർ. വീടില്ല, പൊളിഞ്ഞു കിടക്ക വീട്. അതിനകത്തേക്ക് കയറി 2 ആൺമക്കൾ. മൂത്ത മകൻ, ഞാനിത് പറയുന്ന സിനിമാ കഥയല്ല കേട്ടോ, ഇപ്പോഴും അവിടെ ജീവനോടിരിക്കുന്നവരുടെ കഥയാ. മൂത്ത മകൻ MBA വരെ പഠിപ്പിച്ചു. ഈ കർഷകൻ MBA വരെ, 28 വയസ്സ് വരെ അവൻ അലന്ന് നടന്നു ജോലിക്ക് വേണ്ടി. കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം അവൻ ഈ ഇലക്ട്രിക് പൊഴിയടിക്കുക എന്ന് പറയും, കിഴുത്ത ഉണ്ടാക്കിയെടുക്കുന്ന പണി, അതിനുവേണ്ടി പോയി ഗോവേണി എടുത്തോണ്ട് ഗോവേണി കയറി പെടലി ഇടിച്ച് മറിഞ്ഞു വീണു. അവൻ 10 വർഷമായി കട്ടിലേക്ക് കിടക്കുക. ഞാൻ അവനെ രാവിലെ 7:30 കാണുമ്പം അവൻ്റെ കട്ടിലിൻ്റെ വലതുവശത്ത് ഇങ്ങനെ മഞ്ഞ ഉണ്ടായിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ്ട് കഴിക്കാനുള്ള സാധനമാണെന്ന് വിചാരിച്ചു. ചൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, നേരത്തെ പറഞ്ഞ പോലെ ബെഡ്സോറിനകത്തൊന്ന് പൊട്ടി ഒഴിച്ച് പഴുപ്പെടുത്ത് വെച്ചേക്കുക. 2ാമത്തെ മകൻ തൊട്ടടുത്തിരിപ്പുണ്ട്. തൊട്ടടുത്ത് 33 വയസ്സായി. ജനിച്ച 5-ാം ദിവസം മുതൽ സം ഇറഗുലാരിറ്റി, സാധാരണ വിദ്യ കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്തൊക്കെയോ പ്രശ്നം. അടൂരെ ആശുപത്രി മുതൽ SUT വരെ കൊണ്ടുപോയി. അപ്പോഴാണ് മനസ്സിലായി ഹാർട്ടിൻ്റെ 4 വാൽവ് ഒട്ടിച്ചേർന്നിരിക്കുക. 5 ഓപ്പറേഷൻ നെഞ്ചും കൂടും പൊളിച്ച് നടത്തിയപ്പം ഹാർട്ടിൻ്റെ വാൽവ് 4ആയി. അപ്പോഴും അവന് പ്രശ്നം. തലച്ചോറിനകത്ത് 4 ഓപ്പറേഷൻ 1.5 വയസ്സിന് മുമ്പ് തലച്ചോറ് പൊളന്ന് നടത്തി. 9 ഓപ്പറേഷൻ 1.5 വയസ്സിന് മുമ്പ് നടത്തിയപ്പം ആ ചെറുപ്പക്കാരനെ പിന്നെ എന്തിനു കൊള്ളാം. 33 വയസ്സുണ്ട്, തൊട്ടടുത്ത കസേരയിലിരിക്കുന്നു. ഞാൻ ദാമോദരൻ ചേട്ടനോട് സാധാരണ അച്ഛന്മാർ പറയുന്ന വാചകം പറഞ്ഞു, ദാമോദരൻ ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, ഒരു സംശയമില്ല, ദൈവം തമ്പുരാൻ പ്രവർത്തിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ ദാമോദരൻ ചേട്ടൻ എൻ്റെ പുറകിൽ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കണം. എന്താ ദാമോദരൻ ചേട്ടാ പ്രാർത്ഥിക്കേണ്ടത്? ഒറ്റ കാര്യം, ഇവന്മാർ 2 ചത്തിട്ടെ ഞാൻ ചാകാവൂന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം.
ഞാൻ ജന്മം കൊടുത്ത എൻ്റെ 2 മക്കള് ചത്തിട്ടേ ഞാൻ ചാകാവൂ എന്നൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ദാമോദരൻ ചേട്ടാ? അച്ഛാ, ഞാൻ ചത്ത ഇവന്മാരെ കുളിപ്പിക്കാനും തുടപ്പിക്കാനും വേറെ ആരും ഇല്ല അച്ഛാ. ദാമോദരൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ദാമോദരൻ ചേട്ടാ, ഫെബ്രുവരി മാസം ഞങ്ങൾ 2022 ഫെബ്രുവരി മാസം വരുന്ന ബുധനാഴ്ച ഞങ്ങളുടെ പള്ളികളിൽ ഗോൽഗോത്ത നാട്ടും കുരിശ് നാട്ടും. അന്ന് വിശുദ്ധ കുർബാന 9 മണിക്ക് തീരും. 10 മണിക്ക് ദാമോദരൻ ചേട്ടൻ ഈ പഴയ വീട് പൊളിച്ച് മാറിക്കോ, ഇവിടെ ഞാൻ കുറ്റിയടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. 2022 നവംബർ മാസം ആന്റണിയുടെ കൈകൊണ്ട് ആദ്യത്തെ താക്കോൽ കൊടുത്തപ്പോൾ ദാമോദരൻ ചേട്ടന്റെ കണ്ണീന്ന് കണ്ണുനീര് വന്നു. ദാമോദരൻ ചേട്ടന്റെ ദൈവത്തോടുള്ള ബന്ധം അവിടെ തീരുന്നില്ല. ദാമോദരൻ ചേട്ടൻ എല്ലാ ഓണത്തിനും ക്രിസ്മസിനും ദാമോദരൻ ചേട്ടൻ മാത്രം 40 വീട് കൊടുത്തു. അതിൽ ദാമോദരൻ ചേട്ടൻ മാത്രം എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരും. ഈ പ്രാവശ്യവും ക്രിസ്മസിന് വന്നപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താണെന്നറിയാമോ? ദാമോദരൻ ചേട്ടൻ്റെ കയ്യിൽ ഇത്രയും ഒരു ചെറിയ കുപ്പിക്കകത്ത് ദാമോദരൻ ചേട്ടൻ്റെ പശുവിൻ്റെ പാല്, 2 ഒരു കെട്ട് പയറ്, 1 കെട്ട് ചീര, 3 ഒരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് എന്നെ കാണിച്ചപ്പം ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ്: ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനാറ്റമിക്ക് മെഡിക്കൽ കോളേജിന് തൻ്റെ ശരീരം വിട്ടുകൊടുത്തേക്കുക. ദാമോദരൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇത് കൊടുത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ പോലുള്ള ശരീരം കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ മക്കളെ പോലുള്ളവരെ ചികിത്സിക്കാൻ എൻ്റെ ഡോക്ടർമാർ പഠിക്കത്തുള്ളൂ അച്ഛാ. അതുകൊണ്ട് എൻ്റെ ശരീരം ഞാൻ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ തൊഴുത് കാണിച്ചു. ദാമോദരൻ ചേട്ടൻ, ഞാൻ ദാമോദരൻ ചേട്ടനെ തൊഴേണ്ടതെന്ന്. സഹോദരങ്ങളെ, നേടിയെടുത്ത ഒരുപാടുണ്ട്. തമ്പുരാൻ്റെ 2ാമത്തെ വരയിൽ തമ്പുരാൻ്റെ പറുദീസയിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്ന നമ്മളോടൊക്കെ തമ്പുരാൻ ഒറ്റ ചോദ്യയിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്ന നമ്മളോടൊക്കെ തമ്പുരാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുള്ളൂ എന്നാണ് വേദോസ്ത പരിഭാഷണത്തിന്. 2ാമത്തെ ചിന്തയിൽ പിൻവാങ്ങട്ടെ. 3ാമത്തെയും അവസാനത്തെയും അവൻ യേശുവിൻ്റെ കാൽക്കൽ വേണ്ടി പറഞ്ഞു, തമ്പുരാനെ, ഇനി എനിക്ക് 3 മണിക്കൂർ സമയമുള്ളൂ. ആ സമയം കൊണ്ട് ഈ ദേശം കാണുന്ന രീതി ഞാൻ പറയും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, നീ രാജ്യത്വം പ്രാപിച്ച് വീണ്ടും വരും. അന്ന് നീ ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ വഴി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നതും എൻ്റെ ഭാര്യ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും, കർത്താവെ, എതിരെ വരുന്ന ടിപ്പർ ലോറിയുടെ ലൈറ്റ് ഒന്ന് ഡിമ്മാക്കുകയും വഴി മാറിക്കൊടുക്കുകയും ചെയ്തിട്ട് എൻ്റെ ഭർത്താവ് മുമ്പോട്ടൊന്ന് പോണേന്നാ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വരുന്ന അസുഖമായിരുന്നു. രാവിലെ വന്നു, വൈകിട്ടായപ്പോൾ ആള് തീർന്നു കിട്ടി. ബാക്കി ഇങ്ങനെയാ, അവർ തങ്ങളുടെ ധനശിഷ്ടം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. അടുത്ത വരി എന്താ? 6 അനുഭവിക്കുമെന്നവർ. കൃത്യമല്ലേ? എത്ര നിമിഷമുണ്ട് ആയുസ്? ഉള്ള ആയുസ് ദൈവത്തിന് വേണ്ടി പങ്കിട്ട് കൊടുത്തുകൊണ്ട് സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ, ആരുടെയും മുമ്പിൽ വഴങ്ങിക്കൊടുക്കാനല്ല, ശരിയെന്തോ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, ദൈവത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഒരു ചെറിയ വാചകമായി എടുത്തത്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദേവാലയത്തിൻ്റെ കാര്യം പറഞ്ഞു, ദേവാലയത്തിൻ്റെ പ്രത്യേകം പറഞ്ഞു. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറഞ്ഞു. 3 വ്യക്തികൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അവരെന്ന് സ്വയം ബോധ്യപ്പെട്ടപ്പം അവർക്കുണ്ടായ 3 വ്യതിയാനവും 3 അനുഗ്രഹവും. 3 വ്യക്തികളുടെ പേര് നിങ്ങൾക്കറിയാം. 1 പത്രോസ് അപ്പോസ്തലൻ, നേടിയെടുത്ത അനുഗ്രഹം. ഇവനും അബ്രഹാമിൻ്റെ ഇവൻ മനുഷ്യരെ ഇവൻ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യൻ. 2 സക്കായി, നേടിയെടുത്ത അനുഗ്രഹം. ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. 3 വലതുവശത്തേക്കുള്ള നേടിയെടുത്ത അനുഗ്രഹം. ഇന്നു മുതൽ നീ എന്നോടുകൂടി പർദീസ്. 3 അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ 3 വ്യതിയാനങ്ങൾ. 1 ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും അറിയുകയല്ല ചെയ്യേണ്ടത്, തിരിച്ചറിയുക. 2 എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് മാത്രം തിന്നാനല്ല, അല്പമായെങ്കിലും മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാനുള്ളതാണ്. 3 ഇനി എത്ര കാലമുണ്ട് ആയുസെന്ന് എനിക്കറിയില്ല, ഉള്ള കാലം ദൈവത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഒരാളോടെങ്കിലും പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്നുള്ള ചോദ്യം കേട്ടുകൊണ്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എല്ലാവിധമായ നന്ദിയും അറിയിക്കുകയാണ് ഇവിടേക്ക് എന്നെ ക്ഷണിച്ചതിൽ. ഒരു ചെറിയ കാര്യം കൂടി മാത്രം, ബഹുമാനപ്പെട്ട അച്ഛനോടും ഇവിടുത്തെ ചുമതലക്കാരും എന്നെ വിളിച്ച സുനുവച്ചനോടും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കുക. അച്ഛൻ പറഞ്ഞ പോലെ കുറച്ച് മോശ സ്വഭാവങ്ങളുണ്ട്. അതിൽ ഒരു മോശ സ്വഭാവമാണ് സഭയുടെ വിശ്വാസമൊക്കെ എഴുതുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നൊരു മോശ സ്വഭാവമൊക്കെ എനിക്കുണ്ട്. 9 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 9ാമത്തെ പുസ്തകം ഈ ചൊവ്വാഴ്ച റിലീസിങ്ങാണ്. എൻ്റെ 1ാമത്തെ പുസ്തകം ഞാൻ എല്ലായിടത്തും കൊണ്ടു നടന്ന് വിൽക്കുന്നൊരു സ്വഭാവമുണ്ട്. അതിൻ്റെ പേര് ഓർത്തഡോക്സ് സഭാ പൈതൃകം എന്നാണ്. ഇതുപോലെ കടമനാട്ട് പള്ളി പോലെ വലിയ പള്ളിയിലിരിക്കുമ്പം
അവിടെ ആളുകൾ വന്ന് രാവിലെ കല്യാണം, പിന്നെ മാമോദീസ, കുർബാന, വിവാഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം ഇവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഇരുന്ന സമയം എൻ്റെ മകന് 3 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. എനിക്ക് അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു, ഒരു പുസ്തകം എഴുതിയേക്കാമെന്ന്. അങ്ങനെ എഴുതിയ പുസ്തകമാണ് ഓർത്തഡോക്സ് സഭാ പൈതൃകം. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാമോദീസ നടത്തുമ്പം ഞങ്ങൾ അച്ഛന്മാരെന്താ ചെയ്യേണ്ടതെന്ന് സെമിനാരി ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, തിരുമേനി ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു മാമോസ് അടക്കം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയും, അച്ഛാ ഞങ്ങൾക്കത് അറിയത്തില്ല. എത്ര തുണി കൊണ്ടുവരണം? മാമോദീസയ്ക്ക് വരുമ്പോൾ എത്ര തുണി കൊണ്ടുവരണം? നമുക്കറിയത്തില്ല. കുറച്ച് തുണിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കും. ഏതൊക്കെ തുണിയാണോ ചോദിക്കുന്നത് ആ തുണിയൊക്കെ. അങ്ങനെയല്ല, ഓരോ തുണിക്കും അർത്ഥവുമുണ്ട്. അത് ഏതൊക്കെ തുണിയാണ് കൊണ്ടുവരേണ്ടത്? ഇങ്ങനെയുള്ള മാമോദീസ, കല്യാണം, ഒരു മരണം നമ്മുടെ വീട്ടിൽ നടക്കും. മരണം നടക്കാത്ത ഒരു വീടുമില്ല, മരിക്കാത്തൊരു ആരുമില്ല. മരണം നടക്കുമ്പം 5 ഘട്ടങ്ങളായി ചെയ്യേണ്ട കാര്യമുണ്ട്. 1, മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? വലിയ വായിക്ക് നിലവിളിക്കുകയല്ല, വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് സഭാപരമായി. 2, മരിച്ച ഡെഡ് ബോഡി മോർച്ചറി കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട കാര്യമുണ്ട്. 3, വീട്ടിൽ ആ സമയത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്. 4, മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന് വീടിന് വെളിയിലോട്ട് എടുത്തു വെക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. 5, പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 5 ഘട്ടങ്ങളായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഓരോന്നും നിങ്ങളുടെ വീട്ടിൽ കല്ലിടുമ്പം, വീട് കൂതാശ ചെയ്യുമ്പം, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. നാളെ ദനഹാ പെരുന്നാളാണ്, പള്ളിയിലേക്ക് എന്തോ സാധനം കൊണ്ടുപോകേണ്ടി. നാളെ ദനഹാ പെരുന്നാളാണ്, പള്ളിയിൽ എന്ത് സാധനം കൊണ്ടുപോകേണ്ടി? ദനഹാ പെരുന്നാളിൽ എന്തോ കൊണ്ടുപോകേണ്ടി അറിയത്തില്ല അല്ലേ? വെള്ളം എന്തായാലും കൊണ്ടുകൊണ്ട് അവിടെ കിട്ടും, ഒരു ചെറിയ ഇതിനകത്ത്. അവിടെ ചെല്ലുമ്പോഴാണ് ജയകോശച്ചൻ പറയുന്നത്, ഈ വെള്ളം സ്പർശിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നവർക്കിത് അനുഗ്രഹമാണ്. ഉടനടി നമുക്കൊരാഗ്രഹം, ഇത്തിരി വെള്ളം വീട്ടിൽ കൊണ്ടുപോകണം. അപ്പുറത്ത് ആരാണ്ട് മണ്ണെണ്ണ എടുത്തിരുന്ന കുപ്പി കുലുക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തേക്കുക വെള്ളം എടുക്കുക. അപ്പോൾ ദനഹാ പെരുന്നാളിന് പോകുമ്പം ഒരു ചെറിയ കുപ്പിയാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ്. വാങ്ങിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. 100 രൂപയാണ് ആ പുസ്തകത്തിൻ്റെ വില. ഇവിടെ എടുത്ത് വെളിയിലോട്ട് വെച്ചേക്കാം. അതിനടുത്ത് ഗൂഗിൾ പേയുടെ ഷീറ്റും ആരുടെയും കൈ കൊടുത്തേക്കാം. പൈസ ഇല്ലാത്തവർ ഗൂഗിൾ പേ ചെയ്യുക, അല്ലാത്തവർ പൈസ എടുക്കുക. അതിനകത്ത് തന്നെ 100 രൂപ ഇടുക. വീണ്ടും ആവർത്തിക്കുന്നു, നല്ല അച്ഛനായി തുടരാൻ, നല്ല അധ്യാപകനായി തുടരാൻ, ഇന്ന് കാണുന്ന പോലെയൊക്കെ ജീവിത അവസാനം വരെ നിലനിർത്താൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ധാരാളമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.